വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് വന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന അതേ ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ മുകളിലോട്ട് പോയിട്ട് എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്തിടാം. അതിൽ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ താഴെയുള്ള ഈ ഒരു ലെവലാണ്. അതിന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ലെവലും വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. 112,595, 113,347, 114,166, 115,026, അടുത്ത് 116,907, അടുത്ത് 117,619, അടുത്ത് 118,478, 119,271. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവർ ചാർട്ടിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഈ ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് ഒരുപക്ഷെ വീണ്ടും ചിലപ്പോൾ ഒന്നും കൂടി മുകളിലോട്ട് പോവാം. ഇപ്പൊ നിൽക്കുന്ന പോലെ ഒന്നുകൂടി മുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസും എന്ന് പറയുന്നത്. ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും റെസിസ്റ്റൻസിലും സംഭവിക്കാനുള്ളത്. ചിലപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം ഈ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഈ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു അത്യാവശ്യം മോശമില്ലാത്ത 50 മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട്. അതിനും കൂടി ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിലേക്ക് താഴോട്ടേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട്. സോ അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ്. അതുപോലെ തന്നെ എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് എന്ന്. ഒരുപക്ഷെ നല്ലൊരു എൻട്രികളും കിട്ടാനും സാധ്യത ഉണ്ട്. എനിവേ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. കൺഫർമേഷൻ എടുത്തതിന് ശേഷം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.